വെറുതെ നമ്മളുടെ മൊബൈലിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ക്യാഷ് കിട്ടുമോ? ഇപ്പോഴത്തെ ട്രെൻഡായ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുറകെയാണ് എല്ലാവരും. വെറുതെ സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമെന്നാണ് ഈ ഒരു ഗെയിം പറയുന്നത്. സത്യത്തിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഈ ഒരു ഗെയിം കളിച്ചാൽ ക്യാഷ് കിട്ടുമോ, അതോ ഇതിന്റെ പുറകിലുള്ളത് ഒരു വൻ തട്ടിപ്പോ? ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ്. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ടെലിഗ്രാം ലിങ്ക് വഴിയുള്ള ഒരു ഗെയിമാണ്. ഇനി ഈ ഒരു ഗെയിം എന്താണെന്ന് നോക്കാം. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ കോയിൻസ് കിട്ടും. ഈ കോയിൻസ് കൂടുന്നതനുസരിച്ച് ആ കോയിൻസ് എല്ലാം നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇത് ജൂലൈ മാസത്തിൽ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കോയിൻസിന്റെ പ്രോഫിറ്റ് പെർ അവറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിയൽ കോയിൻസ് തരും. ആ റിയൽ കോയിൻസ് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം. ഈ ഒരു ഗെയിം ഈ വർഷം മാർച്ച് 26 ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 160 കോടിയിലധികം ജനങ്ങളാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും, അതോ ഇതെല്ലാം ഒരു വലിയ തട്ടിപ്പാണ്, ഇതൊരു സ്കാം ആണോ എന്ന കാര്യം നമുക്ക് നോക്കാം. ക്രിപ്റ്റോ കറൻസി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിനോടകം തന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ നോക്കിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടാവില്ല. നമ്മൾ ഒരാൾക്ക് ഡിജിറ്റൽ കറൻസി അയക്കുമ്പോൾ അത് ഡയറക്റ്റ് അയാൾക്കേ എത്തത്തുള്ളൂ, അല്ലാണ്ട് റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും അതിനകത്തിൽ വരുന്നില്ല. ഒരു ബാങ്കിന്റെ ഒരു ഇടനില ആ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ വരുന്നില്ല. ക്രിപ്റ്റോ കറൻസിയിൽ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് എത്ര രൂപ അയച്ചു, ആർ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇനി ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മൈനിങ് ആണ്. എന്താണ് മൈനിങ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി, അതായത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് നടക്കുന്ന ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ എന്തെങ്കിലും തട്ടിപ്പോ എന്തെങ്കിലും കൃത്രിമമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്നതാണ് മൈനിങ് എന്ന് പറയുന്നത്. ഈ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഒരു പുതിയ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവർ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽസിന് പറയുന്നതാണ് വൈറ്റ് പേപ്പറിലായിരിക്കും ഈ ഒരു നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങണോ എന്ന് മറ്റുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസിക്ക് വില വരുന്നത് മീഡിയ കവറേജ് ആണ്. മീഡിയ കവറേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ കാര്യം എടുത്ത് നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിലേക്കാണ് മീഡിയ വഴി ഈ ഒരു ഗെയിമിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. പിന്നുള്ളത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതായത് ഇതിന്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഈ ഒരു കറൻസിയുടെ വിലയും കൂടുന്നതായിരിക്കും. പിന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ്, ഇതിനെപ്പറ്റി അറിഞ്ഞു കേട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നവർ. പിന്നെ ഫൈനലായിട്ട് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു വേൾഡിൽ ഈ ഒരു കറൻസി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ വാല്യൂവും ഇൻക്രീസ് ആവുന്നതായിരിക്കും. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഫേക്ക് ആണോ, ഇതൊരു സ്കാം ആണോ എന്ന് തിരിച്ചറിയാൻ സാധാരണ ഇങ്ങനൊരു ഡിജിറ്റൽ അല്ലെ ക്രിപ്റ്റോ കറൻസി നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഗൂഗിളിൽ ചെന്ന് എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും നമ്മുടെ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിന് അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ കാണാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും നമുക്ക് ഗൂഗിളിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഗൂഗിളിൽ തന്നെ ഇല്ല. അതുപോലെ ഈ ഒരു കോയിൻസ് ലിസ്റ്റ് ചെയ്താലും ഈ ഒരു ഗെയിം കളിക്കുന്നത് ഏകദേശം 160 കോടിയോളം ജനങ്ങളാണ്. ഇത്രയും ആൾക്കാരിലേക്ക് ഈ ഒരു ഡോളർ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. കാരണം അവരുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 20 മില്യണിൽ കൂടുതലാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അവരിടുന്ന ഓരോ വീഡിയോസിനും മില്യൺ കണക്കിനാണ് വ്യൂവേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എമൗണ്ട് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഗെയിംസ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൈവസിയും ഡേറ്റയും ഒക്കെ ചില സമയത്ത് ലീക്ക് ചെയ്യപ്പെടാം. ചിലപ്പോൾ അതൊരു സ്കാം ആയിരിക്കും. അതിൽ കൂടെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടും. അതുകൊണ്ട് ഏതൊരു ഗെയിം ഇറങ്ങിയാലും നമ്മളുടെ പ്രൈവസി സേഫ്റ്റി നമ്മൾ നോക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.